നമസ്കാരം. ഞാൻ ഇന്ന് നമ്മൾ ഡൽഹിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ നല്ല തണുപ്പുണ്ട്. ഞാനിങ്ങനെ തണുപ്പത്ത് നിൽക്കുകയാണ്. കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റി സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ മയൂര വിഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. മയൂര വിഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാ സ്കൂളാണ്. ഇവിടെ ഒരു കൾച്ചറൽ ഫെസ്റ്റ് നടക്കുകയാണ്. അതായത് ഒരു മലയാളികളുടെ ഒരു കൾച്ചറൽ മേള നടക്കുകയാണ്. ഫുഡ് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് 2026 നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കാണുവാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളത് കണ്ടിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നമ്മൾ കേരള സ്കൂൾ തലങ്ങളിലേക്ക് അകത്തേക്ക് കടക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇവിടെ എല്ലാവരും ജാക്കറ്റൊക്കെ ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. ജാക്കറ്റൊക്കെ ധരിച്ച് അതിഗംഭീരമായിട്ട് നിൽക്കുകയാണ്. കാരണം അധിക തണുപ്പില്ല, എന്നാലും ഒരു മീഡിയം തണുപ്പാണ് ഉള്ളത്. ഇവിടെ കൾച്ചറൽ ഫെസ്റ്റ് നടക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേരളം പോലെ തന്നെ ഉണ്ടാവും. കേരളത്തിൻ്റെ പച്ചപ്പ്, അതായത് ഒരു പച്ചപ്പോടുകൂടി നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് ഇതുള്ളത്. ഇദ്ദേഹം നമ്മുടെ ഒരു സാരഥിയാണ്, നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തും കൂടിയാണ് അദ്ദേഹം. ഇവിടെ കൂടുതലും മലയാളികളാണ്. നമ്മുടെ മലയാളികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഒപ്പം തന്നെ മറ്റുള്ള ഭാഷ അടിസ്ഥാനത്തിലുള്ള ആൾക്കാരുമുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ കാണാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാം ഒട്ടകം. നമ്മുടെ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒട്ടകം ഇവിടെ മെയിനായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കാണണം. ഇതാണ് കൾച്ചറൽ ഫെസ്റ്റിൻ്റെ ഫസ്റ്റ് ഒരു ഭാഗം എന്ന് പറയുന്നത് തന്നെ ഒട്ടകം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒട്ടകത്തിൻ്റെ ഒരു സംഭവം ഇത് ഒറിജിനലാണ്, അല്ലാതെ ജീവനുള്ള ഒട്ടകമാണ്. ഇത് ജീവനുള്ള ഒട്ടകം കിടക്കുകയാണ്. നമസ്കാരം. ഇത് കൾച്ചറൽ ഫെസ്റ്റിൻ്റെ പരിപാടികളാണ്.